മകനെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ മാതാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കള്ളപ്പരാതി നൽകിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ജാക്സൺ ഫ്രാൻസിസ്, കേസെടുത്ത CI ആൻഡ്രിക് ഗ്രോമിക് എന്നിവർക്കെതിരെയാണ് പരാതി. നടപടിയെടുത്തില്ലെങ്കിൽ സ്റ്റേഷന് മുന്നിൽ സമരമിരിക്കുമെന്ന് റൂബിൻ ലാലിന്റെ മാതാവ് രജനി മണിലാലിന്റെ പരാതിയിൽ പറയുന്നു. എൻ്റെ മോൻ റൂബിൻ ലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് 3 ദിവസമായി. മുഖ്യമന്ത്രി ഇതിൽ ഇടപെടണം. ഞങ്ങളൊരു പാർട്ടി കുടുംബമാണ്. പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. എനിക്ക് 2 മക്കളാണുള്ളത്. അതിലൊരുത്തനെ പോലീസ് കൊണ്ടുപോയിട്ട് 3 ദിവസമായി. എൻ്റെ മോനെ വിട്ട് കിട്ടണം. ഒരു കുറ്റവും ചെയ്യാണ്ട് നിരപരാധിയായിട്ട് വാർത്ത പിടിക്കാൻ പോയ എൻ്റെ മോനെയാണ് ഈ ആക്രമണം ചെയ്തിട്ടേക്കണം. നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം എടുക്കും പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സസ്പെൻഡ് ചെയ്യണം. മുഖ്യമന്ത്രി ഇതിൽ ഇടപെടണം. റൂബിൻ ലാലിനെ വനം വകുപ്പിന്റെ കള്ളപ്പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് പരിസ്ഥിതി സംഘടനകൾ. നാളെ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എന്താണ് റൂബിന്റെ അമ്മ പറയുന്നത്? വേണു, ഇത് സംബന്ധിച്ച് റൂബിന്റെ അമ്മ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ്. കാരണം 2 വകുപ്പുകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെതിരെ നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ അതിരപ്പള്ളിയിൽ കാണുന്നത്. അത്തരത്തിലാണ് ഈ റൂബിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം എന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ റൂബിന്റെ അമ്മ മുന്നോട്ട് വയ്ക്കുന്നത്. അവർ പറയുന്നത് ഈ CI ആയിട്ടുള്ള അതിരപ്പള്ളി CI ആയിട്ടുള്ള ആൻഡ്രിക് ഗ്രോമിക്, അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള ജാക്സൺ, ഇവരെ 2 പേരെയും സസ്പെൻഡ് ചെയ്ത ശേഷം ഇതിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണം എന്നുള്ളതാണ് പറയുന്നത്. ഇവർ ഈ സ്ഥാനങ്ങളിൽ ഇരുന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സ്വതന്ത്ര അന്വേഷണം നടക്കില്ല. കാരണം റൂബിനെ അർദ്ധരാത്രി വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കുന്നതും പിന്നീട് ഈ ലോക്കപ്പ് മർദ്ദനം ഉൾപ്പെടെ നടത്തുന്നതും അടിവസ്ത്രത്തിൽ നിർത്തുന്നതിനും അടക്കം നിർണായക പങ്ക് വഹിച്ചത്, അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തത് ഈ അതിരപ്പള്ളി CI ആണ്. ആ കസേരയിൽ അതിരപ്പള്ളി CI ഇരുന്നു കഴിഞ്ഞാൽ ഈ തെളിവുകൾ നശിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെല്ലാം തന്നെ അടയും. സ്വാഭാവികമായി ഈ റൂബിന്റെ വീട്ടിലേക്കുള്ള CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ പോലും നടത്തുമ്പോൾ അത് ലഭ്യമാക്കരുതെന്നൊരു നിർദ്ദേശം അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വനംവകുപ്പും പോലീസും ചേർന്നുകൊണ്ട് ഈ തെളിവ് ഉൾപ്പെടെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന്റെ ഈ തെളിവുകൾ പൂർണ്ണമായും ഉള്ളത് ഈ അതിരപ്പള്ളി മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ CI ഇതേ കസേരയിൽ ഇരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഈ തെളിവുകൾ നശിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാവും. റൂബിന്റെ കയ്യിൽ അന്ന് ഈ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് കൃത്യമായ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അമ്മയും പറയുന്നുണ്ട്, അമ്മ കിടക്കാൻ പോകുന്ന സമയത്ത് റൂബിൻ ഫോൺ ചെയ്തിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നത്. പിന്നീട് ഈ നിർണായക തെളിവായ ഈ തെളിവ് തന്നെ നശിപ്പിക്കുന്ന നടപടിയിലേക്ക് ഈ അതിരപ്പള്ളി CI കടന്നു എന്നുള്ളതാണ്. ഈ പാലത്തിൽ നിന്നുകൊണ്ട്, അതിരപ്പള്ളിക്ക് സമീപമുള്ള തോടിന്റെ പാലത്തിൽ നിന്നുകൊണ്ട് ഈ മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയും പിന്നീട് ഇത് തോട്ടിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഈ അമ്മ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്ന പ്രധാനമായും ഈ മൊബൈൽ ഫോണിന് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം അത് ഉന്നത തലത്തിൽ നടത്തണം. അത് SPയോ DYSPയോ ഒന്നും തന്നെ വിശ്വാസമില്ല. കാരണം റൂബിനെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചത് കൃത്യമായും SP ആയിട്ടുള്ള നവനീത് ശർമ്മയാണ്. നവനീത് ശർമ്മയുടെ നിർദ്ദേശം DYSP അശോകിന് ലഭിക്കുന്നു. അശോകിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ CI ആക്ട് ചെയ്യുന്നത്. ആ CI അങ്ങനെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഈ ക്രൂരമായ മർദ്ദനത്തിലേക്ക് അടക്കം കടക്കുന്നത് ഈ SPയുടെ നിർദ്ദേശപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ ഉന്നത തലത്തിൽ ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടക്കുന്ന, മറുവശത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരും അതുപോലെ തന്നെ ഈ മറ്റ് അനുബന്ധ സംഘടനകളും എല്ലാം ഉള്ളത്. വേണു, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.